റോട്ടിൽ കൂടെ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകും. ബാക്കിൽ കുറെ ആൾക്കാരുണ്ടാവും. എല്ലാവരും പള്ളിക്കാട് വരെ ഉണ്ടാകും, നിസ്കരിക്കാനുണ്ടാകും. നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും കച്ചവടവും മര്യാദയും അനുസരിച്ച് ജനാസയുടെ എണ്ണം വലുപ്പം, ആളുകളുടെ എണ്ണം കൂടും. സുഹൃത്തുക്കളെ, ഈ നാട്ടിലത്തെ ഏത് സംഘടനക്കാരനും ഏത് പ്രസ്ഥാനക്കാരനും എത്ര വലിയ തങ്ങളും നേതാവും സയ്യിദും സാദാത്തായാലും 3 കാര്യങ്ങളാണ് ഒരാളുടെ ജനാസന്റെ കൂടെ പോവുക. അഹ്ലുഹു, അവന്റെ കുടുംബക്കാരുണ്ടാകും, സംശയമില്ല. വമാലുഹു, അവന്റെ സമ്പാദ്യമായ ശിഷ്യന്മാര്, സുഹൃത്തുക്കള്, പ്രിയപ്പെട്ടവര്, മക്കളൊക്കെ അവന്റെ കൂടെ ഉണ്ടാകും. വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ കൂടെ പോകും. ആകെ 3 കൊണ്ടുപോകുന്നത്. അവന്റെ സ്ഥാപനം കൊണ്ടുപോണില്ല, അവന്റെ സമ്പത്ത് കൊണ്ടുപോണില്ല, മറ്റൊന്നും എടുത്തു വെക്കുന്നില്ല. അവന്റെ മൊബൈല് വേറെ ഒരാൾ ഇനി ഉപയോഗിക്കും. അവന്റെ വാച്ച്, മോതിരം അവൻ ഉപയോഗിച്ചിരുന്നതെല്ലാം അവൻ ഇനി മറ്റൊരാളുടെ കയ്യിലേക്ക്. അവന്റെ സമ്പാദ്യങ്ങൾ ഇനി അനന്തരാവകാശികളിലേക്ക് മാറും. അവന്റെ മക്കളെ നോക്കിയിട്ട് നമ്മൾ പറയും, അവിടെ ഒരു യതീമായ കുട്ടിയുണ്ട്, ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അവളുടെ ഭാര്യനെ നോക്കിയിട്ട് പറയും, എന്താല്ലേ അവളൊരു വിധവയാണല്ലോ, പേര് പോലും സ്ഥാനങ്ങൾ മാറുകയാണ്. 3 പോയിട്ട് 2 മടങ്ങിപ്പോരുകയാണ്. കുടുംബക്കാര് പോരാണ്. 3 പിടി മണ്ണ് വാരിയിട്ട് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കണ്ണീരോടെ പ്രിയപ്പെട്ട മക്കള്, വാപ്പ, കുടുംബക്കാര് തിരിച്ചു പോരാണ്. അതുപോലെ പ്രാസ്ഥാനികര്, ബന്ധുക്കള്, കമ്മിറ്റിക്കാരെല്ലാരും പോരാണ്. ആരും ആ മണ്ണിനടിയിൽ കിടന്നു കൊടുക്കാനില്ല. ഫയബ്ഖാ അമലുഹു, അവന്റെ പ്രവർത്തനം മാത്രം ബാക്കി ഉണ്ടാകും. കളവ് പറഞ്ഞവനെ, ഖബറിൽ നിന്റെ കൂടെ കളവുകൾ ഉണ്ടാകും.